ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ. രാജുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട ചെറിയമ്മ, ചെറിയമ്മ കേട്ടതല്ലേ? രാജു ആര് പറഞ്ഞാലും കേൾക്കില്ല. രാജുന് എന്നെ വേണ്ട. രാജുന് എന്നെ ഇഷ്ടല്ല. ചെറിയമ്മ നോക്കിക്കോ, ഞാനിനി ആരും വിവാഹം കഴിക്കില്ല. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉള്ളൂ. രാജുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ തുടരും. ഈ ജീവിതത്തില് ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഞാൻ ഈ റൂമിന് പുറത്ത് വരില്ല. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നമുക്കെല്ലാം ശരിയാക്കാം. ഇല്ല ചെറിയമ്മ, ഒന്നും ശരിയാവില്ല. എനിക്കറിയാം. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ രാജു എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. മോളെ, ചെറിയമ്മ പറയുന്ന കേക്ക്. മോൾ ഇങ്ങനെ കരയാതെ. കരയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും ചെറിയമ്മ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? രാജുവിനെ ഇഷ്ടപ്പെടാൻ മാത്രം ഒരു ക്വാളിറ്റി എനിക്കില്ല ചെറിയമ്മ. മോളെ, കരച്ചിൽ നിർത്ത്. ചെറിയമ്മ എന്ത് പറഞ്ഞാലും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. എന്റെ ഉള്ളിൽ ഉരുക, എന്റെ മനസ്സ് വേദനിക്കാൻ ചെറിയമ്മ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. ചെറിയമ്മ, എന്റെ കൂടെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാമോ? എനിക്ക് വിഷമം വന്നിട്ട് എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. മോളെ സമാധാനിക്ക്. ചെറിയമ്മല്ലേ ഈ പറയുന്നത്. ചെറിയമ്മ മോളുടെ കൂടെ ഇരിക്കാം. ചെറിയമ്മ, ഇതൊക്കെ ആദ്യമേ ചെറിയമ്മയോടും ചെറിയച്ചനോടും തുറന്നു പറയാറുന്നില്ലേ? ചെറിയമ്മയും ചെറിയച്ചനും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നല്ലോ. പ്രതാപേട്ടനോട് പറഞ്ഞോ? രാജുവിനോട് സംസാരിച്ചോ? രാജുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. മോൾ എന്താ പറയാഞ്ഞേ? ഞാൻ പറയേണ്ടതായിരുന്നു ചെറിയമ്മ, പറയേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നു. രാജു എന്നെ മനസ്സിലാക്കും, എന്റെ പ്രണയം തിരിച്ചറിയും, എന്നെ സ്വീകരിക്കുന്നൊക്കെ ഞാൻ ഓർത്തുപോയി ചെറിയമ്മ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ചെറിയമ്മ. പക്ഷെ രാജു എന്നെ ചതിച്ചു ചെറിയമ്മ. പോട്ടെ മോളെ, സാരമില്ല. നമുക്കെല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം. മോളെ വിഷമിക്കാതെ. എനിക്ക് രാജുവിനെ ഇഷ്ട ചെറിയമ്മ. എനിക്ക് രാജുവിനെ ഒരുപാട് ഇഷ്ട. എനിക്കറിയാം മോളെ. എനിക്ക് രാജുവിനെ വേണം ചെറിയമ്മ. എനിക്ക് രാജുവിന്റെ കൂടെ ജീവിക്കണം.
എനിക്ക് രാജുവിന്റെ ഭാര്യയെ രാജുവിന്റെ വീട്ടിൽ ജീവിച്ചാ മതി. ചെറിയമ്മയ്ക്ക് മനസ്സിലായി മോളെ. നമുക്കതിനെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. മോള് സമാധാനായിരിക്കും. വേണുവേട്ടാ, ചോദിക്ക് വേണുവേട്ടാ. ഞാനെന്ത് ചോദിക്കാനടി? എല്ലാം ഇവന്റെ ഇഷ്ടമല്ലേ, ഇവന്റെ തോന്നിയാസമല്ലേ? ഞാനല്ലല്ലോ. ഇപ്പൊ ഇവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത്. മോനെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്തിനാ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതെ, ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനത് നിന്നോട് മറച്ചു വെച്ചു. ശരിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്താ വേണുവേട്ടാ ഈ പറയുന്നത്? അതേടി, പക്ഷേ ഋതിക മാഡത്തിന് ഇവനോട് സ്നേഹമുണ്ടായിരുന്നു. ഇവനെ ഋതിക മാഡം പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് ഋതിക മാഡത്തിന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവൻ ഋതിക മാഡത്തിന് താലി കെട്ടിന്ന് നുണ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ഋതിക മാഡം ഇവനോടടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇവനെല്ലാം നിരസിച്ചു. എന്തിനാ മോനെ? രാജു, നീ കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. നീ കാണിച്ചത് വലിയൊരു തെറ്റാ. അത്രയും വലിയൊരു വീട്ടിലെ പെൺകുട്ടി നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ ഒപ്പം ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നീ താലി കെട്ടിയില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വേദനിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. രാജു, ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാ നീ ചെയ്തത്. അതെ മോനെ, നിന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയവുമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ.